നമസ്കാരം. അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയെന്നാരോപിച്ച് ചൈനക്കാരായ 2 ഗവേഷകർ അറസ്റ്റിലായതിന് പിന്നാലെ ഗുരുതരമായ ആരോപണവുമായി അഭിഭാഷകനും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ഗോർഡൻ ജി ചാങ് രംഗത്തെത്തി. അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയത് യുഎസിനെതിരായ യുദ്ധത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് യുഎസ് നീങ്ങണം. ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കോവിഡിനേക്കാൾ മാരകമായത് സംഭവിക്കുമെന്നും ഗോർഡൻ ജി ചാങ് മുന്നറിയിപ്പ് നൽകി. 2020 അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്ന് വിത്തുകൾ എത്തിയിരുന്നതായി ഗോർഡൻ ജി ചാങ് പറഞ്ഞു. യുഎസ് ആവശ്യപ്പെടാതെയാണ് ഇവ എത്തിയത്. പടർന്നു പിടിക്കുന്നതും അപകടകരവുമായ സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇതിനു പിന്നിലെന്ന് താൻ കരുതുന്നു. ഈ വർഷവും ഒരു ചൈനീസ് ഓൺലൈൻ റീറ്റെയിലറിൽ നിന്ന് യുഎസിലേക്ക് വിത്തുകളെത്തി. ഇത് തടയാനുള്ള ഏക മാർഗം ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ഈ നയം തീവ്രമാണെന്ന് ആളുകൾ കരുതുമെന്ന് തനിക്കറിയാം. എന്നാൽ അവസാനം യുഎസിന് തന്നെ ഇത് തിരിച്ചടിയാകും. ഒരുപക്ഷെ കോവിഡിനേക്കാൾ മാരകമായതെന്തോ രാജ്യത്തെ ബാധിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയിലെ സർവകലാശാലയിൽ ഗവേഷകനായ സുയോങ് ലിയു, ഇയാളുടെ പെൺസുഹൃത്തും യുഎസിലെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകയുമായ യുങ് ജിയാൻ എന്നിവരാണ് പിടിയിലായത്. കാർഷിക വിളകൾക്ക് വൻ നാശം സംഭവിക്കുന്ന അപകടകരമായ ഫംഗസാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി ഇരുവരും അമേരിക്കയിലേക്ക് കടത്തിയത് എന്നാണ് FBI ആരോപിക്കുന്നത്. ഫുസാറിയം ഗ്രാമിനേറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫംഗസാണ് വിമാനമാർഗം യുഎസിലേക്ക് എത്തിച്ചത്. കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ പറഞ്ഞിരുന്നു.